രാവിലെ കുറച്ച് പയർ പറിക്കാനായിട്ട് ഇറങ്ങിയതാണ്. വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ പയർ കൃഷി ചെയ്തിട്ടുണ്ട് കണ്ടത്തിൽ. നമുക്ക് വേണ്ട പയർ വേണമെങ്കിൽ രാവിലെ പോയി പറിച്ചെടുക്കണം. ഇവിടുന്ന് നേരെ പയർ പറിച്ച് അല്ലെങ്കിൽ കടയിൽ കൊണ്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് വേണ്ട കുറച്ച് തോരനുള്ളത് പയറൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കെട്ട് പയറൊക്കെ ആണെങ്കിൽ നമുക്ക് 2 ദിവസം വെക്കാനായിട്ടുള്ള അത്രയും പയറുണ്ടാവുക. ഇപ്പോൾ സ്ഥിരം വീട്ടിൽ പണിക്ക് ആളും ഉണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള പയറുണ്ടാവും കേട്ടോ. ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാവുള്ളൂ, ഉച്ചയ്ക്ക് മാത്രം. അപ്പോൾ അതിനുള്ള പയറുണ്ടാവുക. ഇത് ഈ കറുത്ത അരി എന്നൊക്കെ പറയും കേട്ടോ. കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങളാണ്. നല്ല പശപ്പാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് കഴുകി അത് വേവിച്ചെടുത്ത് അരച്ചുകൂടെ എടുത്ത് അതിലോട്ട് കുറച്ച് അരിപ്പൊടി, തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് ജീരകവും നമ്മുടെ ഏലക്കാപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് ഉണ്ടയാക്കിയിട്ട് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. ഒന്ന് കൊഴുക്കട്ടയാണ് കഴിക്കാനായിട്ട്, മധുരമില്ലാത്ത കൊഴുക്കട്ട. രാവിലെ അതൊക്കെ കഴിച്ച് ഒന്ന് സ്പ്രിങ്ക്ലർ ഇടാനായിട്ട് പോയിട്ട് പറമ്പിൽ കുറച്ച് വിത്തൊക്കെ ഇട്ടേക്കുന്നതൊക്കെ നനയ്ക്കാനായിട്ട് രാവിലെ തന്നെ ഒന്ന് സ്പ്രിങ്ക്ലർ ഇടാൻ പോയി. നല്ല വെയിലായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉണക്ക് വരും. അപ്പോൾ രാവിലെ വൈകുന്നേരം നനയ്ക്കുന്നുണ്ട്. ഇനി കുറച്ച് മുളകിടാനുള്ള പരിപാടിയൊക്കെയാണ് കേട്ടോ. മുളക് നിരത്തണം വെയിലത്ത്. നമ്മുടെ അവിടെ വെയിൽ കുറവായതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു മലയുടെ മുകളിലായിട്ട് കുറച്ച് പെരത്തറ പോലെ എടുത്തിട്ടുണ്ട്. അവിടെ മുളക് ഇടുവാണെങ്കിൽ 2-3 ദിവസം കൊണ്ട് തന്നെ ഉണങ്ങിയും കിട്ടും. മുളക് വെയിലില്ലാതെ ഉണക്കിക്കഴിഞ്ഞാൽ മുളകിന് തീരെ കളർ ഉണ്ടാവില്ല. അപ്പോൾ സാധാരണ സ്കൂട്ടി കൊണ്ട് മുകളിൽ വരെ കൊണ്ടുപോകാൻ പറ്റാറുണ്ട്. ഇന്ന് അവിടെ കുറച്ച് കാപ്പി തൈയൊക്കെ നട്ടേക്കുന്നുണ്ട്, നനച്ചേക്കുന്നതുകൊണ്ട് വണ്ടി കയറി പോവില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരം കൊണ്ടുവന്നിട്ട് ബാക്കി ചുമന്ന് കയറ്റി കൊണ്ടുപോയി മുളകൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് പയറൊന്ന് അരിഞ്ഞെടുത്ത് തോരൻ വെക്കാനായിട്ടുള്ള മെഴുക്കുവരട്ടിയാക്കാനായിട്ട് അതൊക്കെ അരിഞ്ഞെടുത്ത് മീൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കാശ്മീരി ചില്ലി മുളക് പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലപോലെ മുളക് പൊടി മീൻ കറിയിലിട്ടുണ്ട്. അത് നല്ല ചുവപ്പ് കളറ്. പിന്നെ പയറും മെഴുക്കുവരട്ടിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. ഋഷിക്കുണ്ട് ബർത്ത്ഡേ ആവാറായിട്ടായിരുന്നേ. ബർത്ത്ഡേക്ക് മുന്നേ എടുത്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വൃത്തിയാക്കലും പരിപാടിയും കുറച്ച് ചവിട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ലക്കി ബാമ്പുമൊക്കെ മുറിച്ച് വീടിൻ്റെ ഉള്ളിൽ ചെടിച്ചട്ടി കൂടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞ് ഒരു സ്റ്റാൻഡ് ഉണ്ട്, അതിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചവിട്ടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതായിരുന്നു. ലിങ്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ചവിട്ടിയാണ്, ആ നീല. അത് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തട്ടി കുടയാനൊക്കെ അടിച്ച് വരുമ്പോഴൊക്കെ എളുപ്പമാണ്, കഴുകാനും എളുപ്പമാണ്. നല്ല ചവിട്ടിയായിരുന്നു കേട്ടോ. അതൊക്കെ കുറച്ച് നെല്ലിക്ക കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ കഴുകി വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെള്ളമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എടുത്ത് ഉപ്പിലിടുക കേട്ടോ. നല്ല മൂത്ത നെല്ലിക്കയാണ്, അതാണ് ആ കളർ വ്യത്യാസം വന്നേക്കുന്നത് കേട്ടോ. നല്ല മൂത്താണെങ്കിൽ ഒരു കളറിന് ചെറിയൊരു വ്യത്യാസമൊക്കെ വരും. നാടൻ നെല്ലിക്ക കേട്ടോ, കുഞ്ഞ് നെല്ലിക്ക. അതൊക്കെ എടുത്ത് ഉപ്പിലിട്ട് എടുത്ത് വെച്ചു. പിന്നെ വല്യമ്മയും അമ്മയൊക്കെ കൂടി ഒന്ന് മുറ്റം അടിച്ച് വാരലും മെഴുകാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. മുറ്റത്ത് നല്ല പൊടിയൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ പിറന്നാളാഘോഷമൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒന്ന് മെഴുകാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് പന്തലിട്ടിട്ട് പോയിട്ടോ. നേരത്തെ വന്ന് ഒരു പന്തലിട്ടു. സമയം ഉണ്ടായിരുന്നു, എന്താണെന്നറിയില്ല. ഈ വഴിക്ക് അങ്ങോട്ട് വന്നപ്പോൾ ഇവിടെയും കൂടെ വന്ന് പന്തലിട്ടിട്ട് അങ്ങനെ പോയി. മെഴുകി കഴിഞ്ഞ് ഉണങ്ങുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല വെയിലുള്ളതുകൊണ്ടേ പന്തലിട്ടെടുത്താണെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾക്ക് ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോകണം. ബർത്ത്ഡേക്കൊക്കെ വരുന്നതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോവുകയാണേ.